ഹലോ ഗൈസ്. സോ അങ്ങനെ നീണ്ട 7 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ടൗൺ എത്തിയപ്പോഴേ ഫുഡടി നടക്കത്തില്ല എന്ന് വിചാരിച്ചതാണ്. ടൈം 1:47 2 മണിയോട് അടുക്കുന്നു. സോ അവിടെ ചോദിച്ചപ്പോഴാണ് ഈ സാഗർ ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. സമയമൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അപ്പോൾ കുബേര ഇന്ന് ഡിന്നർ ഹോട്ടൽ സാഗറിൽ നിന്ന്. സോ ഗൈസ് നമ്മൾ അങ്ങനെ ഡിന്നറിന് വേണ്ടിയിട്ട് കോഴിക്കോട് ഹോട്ടൽ സാഗറിൽ എത്തിയിരിക്കുകയാണ്. സാഗർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കിട്ടിയില്ല. അവിടെ എന്തുണ്ടെന്ന് വെച്ചപ്പോൾ ചോറ് മാത്രമേ ഉള്ളതെന്നാണ് പറഞ്ഞു. സോ കുഴപ്പമില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നത് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സമയമൊന്നും വിഷയമേ അല്ല. ടോപ്പ് ഫോം ഉണ്ട്, നമ്മുടെ ഹോട്ടൽ ലിബർട്ടി ഉണ്ട്. ലിബർട്ടി നോക്കാം, വൈബാണ്. ബാ. തൽക്കാലം നമുക്ക് ബീഫ് റോസ്റ്റ് ഒതുക്കാം. കോഴിക്കോടിലേക്കുള്ള ആഹാരത്തിൻ്റെ രുചി അറിയാൻ നമുക്കിനി ഒരുപാട് സമയമുണ്ട്. ഇപ്പം രാത്രി ലേറ്റ് നൈറ്റാണ്, 2 മണിയായി. ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല. ഇന്നലെ നല്ലതുപോലെ ഉറങ്ങണം. നാളെ സൺഡേ ആണ്. നമ്മൾ കാണേണ്ടവരെയൊക്കെ പയ്യെ കണ്ടാൽ മതി. നല്ലപോലെ ഉറങ്ങണം കേട്ടോ കുബേര. ഉറക്കമില്ലായ്മ സൗന്ദര്യത്തിനെ എഫക്റ്റ് ചെയ്യും, എനർജി എഫക്റ്റ് ചെയ്യും. ആ വ്ളോഗ് എടുക്കാനുള്ള പവർ അങ്ങോട്ട് വരുന്നില്ല. ഇത് കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഇറങ്ങുമ്പോൾ രാവിലെ സെറ്റാവും. കോഴിക്കോട് മൊത്തം ഒന്ന് കറങ്ങണം, കോഴിക്കോടിൻ്റെ രുചി തേടി. വന്ന കാര്യം മറന്നു പോരുത്, എന്നാലും രുചി തേടി ഒന്ന് കറങ്ങണം. നമ്മൾ വന്നതേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം സെറ്റ് ചെയ്യാനാണ്. നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളറിയാതെ നമുക്ക് കടമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ടെൻഷൻ അടിക്കരുത്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തരികയാണ്, ഞാൻ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നതല്ല. എങ്ങനെയാണ് അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതെന്ന്. നമുക്ക് കാഷ്യൂവിൻ്റെയും ബദാമിൻ്റെയും പിസ്തയുടെയും അതുപോലുള്ള വാല്യൂ കൂടിയ വസ്തുക്കളുടെ ഹോൾസെയിൽ കച്ചവടമാണ്. സോ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊരു പോയിന്റ്, ചെറിയൊരു പോയിന്റ് പെട്ടെന്ന് നമ്മളൊരു ഏറ്റവും വേണ്ടപ്പെട്ട സപ്ലയർ, നമ്മുടെ ഒരു സഹോദരനും ഒരു ഫ്രണ്ടും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു ടോപ്പ് പ്ലെയറാണ് ഇവിടുത്തെ. സോ ആള് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊരു പോയിന്റിൽ ഞാൻ നോക്കുമ്പോഴേ എമൗണ്ട് അങ്ങ് വലുതായി. പുള്ളി ഒരു വിഷയമല്ല, പുള്ളി നമുക്ക് സാധനം ആവശ്യത്തിന് തരും, സപ്ലൈ ചെയ്യും. നമ്മളുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. സോ അങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ബാലൻസ് നോക്കുമ്പോൾ, അപ്പോൾ നമ്മൾ വരുന്നതൊക്കെ അപ്പോഴപ്പോൾ ക്ലിയർ ചെയ്ത് വിടാറുമുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞാൻ ബാലൻസ് നോക്കിയപ്പോൾ ലക്ഷങ്ങളിലേക്ക് കടന്നു വരും. അത് ഒരു ചെറിയ പോയിന്റിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അരിപ്പത്തിരി വന്നു, നമ്മളിപ്പോൾ അരിപ്പത്തിരി കഴിക്കും. എന്നിട്ട് നമ്മൾ ആ എമൗണ്ട് നമ്മളത് എങ്ങനെ ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് നമ്മളെ കഥ. ഓക്കെ, ഞാൻ ഇന്നലെ നോക്കുമ്പോൾ നമ്മുടെ ആൾക്ക് നമുക്ക് കൊടുക്കാൻ 7 ലക്ഷം രൂപയോളം ഉണ്ട്. ഈ 7 ലക്ഷം രൂപ നമ്മൾ വളരെ ഈസി ആയിട്ട് കൊടുത്ത് അദ്ദേഹമായിട്ടുള്ള ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ കോഴിക്കോട് വന്നതിന് യഥാർത്ഥ ലക്ഷ്യം അതാണ്, ഫുഡടി സൈഡാണ്. ഓക്കെ, സോ ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. കോഴിക്കോടിൻ്റെ മെയിൻ ഹോട്ടലുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിനകത്ത് റഹ്മത്ത് ഹോട്ടലുണ്ട്, സാഗർ ഹോട്ടലുണ്ട്, ലിബർട്ടി ഹോട്ടലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് അടിയിലും ചാവടി നല്ല അരിപ്പത്തിരിയും കുട്ടി ബീഫ് റോസ്റ്റ് എടുത്ത് കലക്കൻ പൊളിച്ചിട്ട്